അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉൽപ്പന്നമാണ്. എന്തും ചെയ്യും. നമ്മുടെ കേരളത്തിൽ വരെ ട്രോളാനുള്ളൊരു ഉഗ്രം ഐറ്റമാണ് ഈ ട്രംപ്. ഈ ഒരു ട്രോള് കണ്ടാൽ സാമാന്യ ബുദ്ധികളൊക്കെ മനസ്സിലാകും ആരാ ട്രംപ് എന്ന്. എന്റെ പൊന്ന് സാറേ, സാറിന്റെ മരുന്ന് കഴിച്ചിട്ട് ഇവർക്ക് ഒരു കുറവില്ലാന്നാ പറയണത്. ഞാൻ മടുത്തു സാറേ. അല്ല, കഴിഞ്ഞ ആഴ്ച വന്നപ്പോ നല്ല കുറവുണ്ടെന്നല്ലേ പറഞ്ഞു. ഇപ്പൊ എന്താ പറ്റിയ? കുറവില്ലാന്നല്ല സാറേ, പക്ഷെ ഇച്ചിരി കൂടെ നല്ല മരുന്ന് സാറിന് തരാൻ എനിക്ക്. എന്റെ പൊന്ന് സാറേ, രാവിലെ എഴുന്നേക്കുമ്പോ എന്റെ മുഖം കണ്ടാ അവർക്ക് കല്യാന്ന് പറയാം. അതൊന്നും അല്ല, ഇത്തിരി കൂടി നല്ല മരുന്നൊക്കെ ഉണ്ട് സാർ. എനിക്ക് മനഃപൂർവ്വം കുറിച്ച് തരാത്ത നല്ല മരുന്നുണ്ട് വേറെ. സാറിനേക്കാളും വലിയ ഡോക്ടർ. കുറെ സ്ഥലത്ത് പോയി പഠിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സാറിന് അറിയാൻ മേലില്ലേ? അറിയാൻ മേലാന്ന് പറയാൻ പഠിക്കണം. നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിവുണ്ടെങ്കിലേ നിങ്ങൾ പറ, ആ മരുന്ന് ഏതാന്ന്? ഞാൻ പറയാം, എനിക്കറിയാം. എനിക്ക് മെലാനിയ എന്ന് പറഞ്ഞ ചേച്ചി കഴിക്കണം മരുന്ന് എഴുതി തന്നാൽ മതി. വിദേശത്തൊക്കെ പഠിച്ച ആളല്ലേ, ആ മരുന്ന് എനിക്ക് എഴുതിത്താ. ആ ചേച്ചി കഴിക്കണം മരുന്ന് എനിക്ക് എഴുതിത്താ. മെലാനിയ? അതാരാ? വല്ലപ്പോഴും പേപ്പറൊക്കെ വായിക്കണം. ആ മെലാനിയ അല്ലേ ട്രംപിന്റെ ഭാര്യ, അവര് കഴിക്കണ മരുന്ന് എനിക്ക് വേണ്ടത്. അതിന് എഴുതാട്ടെ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭാര്യ കഴിക്കുന്ന മരുന്ന് എന്തൊക്കെ പ്രത്യേകത? എന്റെ പൊന്നു സാറേ, അത്രയും വലിയ ഭ്രാന്തന്റെ കൂടെ ജീവിച്ചിട്ട് രാവിലെ നോർമൽ ആയിട്ട് നടക്കണമെങ്കിൽ അത് എന്നാ സൂപ്പർ മരുന്നായിരിക്കും പൊന്നു സാറേ. ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോ ഇവനിനി എന്ത് ഭ്രാന്ത കാണിക്കാൻ പോണെന്ന് യാതൊരു വിവരമില്ലാത്തവരുടെ കൂടെ ജീവിക്കുമ്പോൾ ഇതാണ് ഡൊണാൾഡ് ട്രംപ്. സ്വന്തം വീട്ടുകാർക്ക് പോലും സ്വസ്ഥതയും സ്വൈര്യവും കൊടുക്കാത്ത ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴിതാ വാഷിംഗ്ടൺ DC-യിൽ തന്റെ മോട്ടോർകേഡ് കടന്നു പോകുമ്പോൾ വഴിയരികിൽ ഒരൊറ്റ വീടില്ലാത്തവരെയും കണ്ടുപോകരുത്, കടക്ക് പുറത്തെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഉഗ്ര ശാസനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇതാ മഹാനായ ഡൊണാൾഡ് J. ട്രംപ്. തലസ്ഥാനം വിട്ടൊഴിഞ്ഞില്ലെങ്കിൽ പിടിച്ച് കുടിയിറക്കുമെന്നും ദൂരെ എവിടെയെങ്കിലും കൊണ്ടുമെന്നും ട്രംപ് US പൗരന്മാരോട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ CID ട്രംപ് സ്വന്തമായി എടുത്ത ചില ചിത്രങ്ങൾ കൂടി ഈ ഭവനരഹിതർ തെരുവിൽ നിൽക്കുന്ന ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ട്രംപിന്റെ ഉത്തരവ്. ഇനി 2018 മാർച്ചിൽ BBC ചെയ്ത ഒരു സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് പോകാം. വാട്ട് ഈസ് ദി ഐൻസ്റ്റീൻ വിസ ആൻഡ് ഹൗ ഡിഡ് മെലാനിയ ട്രംപ് ഗെറ്റ് വൺ? മെലാനിയ ക്നാസ് എന്ന മെലാനിയ ട്രംപിന് സ്ലോവാക്യൻ മോഡലിന് ആ ഐൻസ്റ്റീൻ വിസ എങ്ങനെ കിട്ടി? ട്രംപ് അതുവരെ തരപ്പെടുത്തി കൊടുത്തു. US പൗരത്വമുള്ളവരെ പോലും അത് റദ്ദാക്കി കൈകാലുകളിൽ ചങ്ങലയിട്ട് ബന്ധിച്ച് ഭീകര തടവ് പുള്ളികൾക്കും അപ്പുറം ട്രീറ്റ്മെന്റ് നൽകി അവരെ ജയിലുകളിൽ കൊണ്ടിടുന്ന ഡൊണാൾഡ് ട്രംപ്. അതാണ് ട്രംപ് എന്ന ലോക തമ്പുരാൻ. ഹൗ ഡിഡ് മെലാനിയ ട്രംപ് ഗെറ്റ് വൺ എന്ന ആ ചോദ്യത്തിന് ഉത്തരവും BBC തന്നെ പറയുന്നുണ്ട്. അസാധാരണമായ കഴിവുള്ളവർ, സ്ഥിരമായ ദേശീയ അന്തർദേശീയ അംഗീകാരം നേടിയവർ. അങ്ങനെ ഇത്തരം കുടിയേറ്റക്കാർക്കായി അമേരിക്ക നീക്കി വെച്ചിരിക്കുന്ന വിസയിലാണ് മെലാനിയ ക്നാസ് എന്ന മെലാനിയ ട്രംപ് US പൗരത്വം നേടിയത്. അത് ശരിയാണെന്ന് ഇന്നത്തെ ട്രംപിനെ കണ്ടാൽ ഏവർക്കും മനസ്സിലാകും. ട്രംപിനൊപ്പം കഴിയണമെങ്കിൽ അസാധാരണമായ കഴിവ് തന്നെ വേണം മെലാനിയയ്ക്ക്. അതുണ്ടെന്ന് മറ്റാർക്കും ഇതുവരെ മനസ്സിലായില്ലെങ്കിലും ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായെങ്കിലും 2018 തന്നെ US-ന്റെ എമിഗ്രേഷൻ പാസ്പോർട്ട് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അപ്പോൾ തന്നെ മെലാനിയ ക്നാസിന് വിസ അടിച്ച് കയ്യിൽ കൊടുക്കുകയും ചെയ്തു. ഐൻസ്റ്റീൻ വിസ. ഐൻസ്റ്റീൻ വിസ എന്ന ഓമന പേരുള്ള EB-1 വിസയ്ക്ക് അർഹർ തങ്ങളുടെ മേഖലയിൽ ഏറെ പ്രശംസ നേടുന്ന വലിയ വലിയ ആളുകൾക്കാണ്. ഉദാഹരണമായിട്ട് പോലീസ് സ്റ്റാർ, ഓസ്കാർ, ഒളിമ്പിക് ജേതാക്കൾ ഇവരൊക്കെ പെടും. പിന്നെ അക്കാദമിക് ഗവേഷകർക്കും എക്സിക്യൂട്ടീവുകൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ആഗോള ബഹിരാഷ്ട്ര എക്സിക്യൂട്ടീവ് വേണ്ടിയുള്ളവർക്കാണ് അമേരിക്ക ഈ ഐൻസ്റ്റീൻ വിസ മാറ്റിവെച്ചിരിക്കുന്നത്. ഐൻസ്റ്റീനെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് ആ വിസയുടെ അർത്ഥം. പക്ഷേ ട്രംപ് ചെയ്യുന്നതോ സ്വന്തം ഭാര്യയ്ക്ക്, അതായത് ന്യൂയോർക്കിൽ അന്ന് ജോലി ചെയ്യുകയും ട്രംപുമായി ഡേറ്റിംഗ് നടത്തുകയും ചെയ്ത സ്ലോവേനിയൻ മോഡലായ മെലാനിയ ക്നാസ് 2000-ലാണ് ഈ വിസയ്ക്ക് അപേക്ഷിച്ചത്. 2001 അവർക്ക് ഒരു താമസവും കൂടാതെ തന്നെ ട്രംപ് ഇടപെട്ട് വിസ അംഗീകാരം ലഭിച്ചു. 2006 ട്രംപിന്റെ തണലിൽ അവർ US പൗരയുമായി. US-ൽ കഴിയുന്ന സ്വന്തം മാതാപിതാക്കളെ സ്പോൺസർ ചെയ്യുന്ന അവകാശം പോലും കിട്ടി. US-ലെ സ്വന്തം പൗരന്മാർ കൂടിയായ കുടിയേറ്റക്കാർക്കെതിരെ ഭർത്താവ് വിമർശനം ഉന്നയിക്കുകയും കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യാനുള്ള പുതിയ പൗരന്മാരുടെ അവകാശം പോലും അതിക്രൂരമായി എടുത്തുകളയുകയും ചെയ്ത ഈ സമയത്താണ് മിസിസ് ട്രംപ് എങ്ങനെ ഈ EB-1 വിസ നേടിയതെന്ന് റിപ്പോർട്ടുകൾ ചിലരെങ്കിലും വിഷമിപ്പിക്കുന്നതാണ്, ബുദ്ധിമുട്ടിക്കുന്നതാണ്. അസാധാരണ കഴിവുള്ള വിഭാഗത്തിന് അവർ അനുയോജ്യരാണോ എന്നതിനെക്കുറിച്ച് വീണ്ടും ഈ ചോദ്യങ്ങൾ അമേരിക്കയിൽ ഇപ്പോൾ ഉയരുകയാണ്. ഇതേ ട്രംപാണ് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത് വാഷിംഗ്ടൺ DC-യിൽ ഒരൊറ്റ ഭവനരഹിതരെയും തന്റെ വഴിയിൽ കണ്ടുപോകരുതെന്ന്, ദൂരേക്ക് പൊയ്ക്കോണമെന്ന്. വൈറ്റ് ഹൗസിൽ നിന്നും തന്റെ ഗോൾഫ് കോഴ്സിലേക്കുള്ള
യാത്രാമധ്യേ പ്രസിഡന്റ് വാഹന വീതിയിൽ നിന്ന് എടുത്ത ചിത്രങ്ങൾ സഹിതമാണ് അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യലിൽ ഈ ഉത്തരവിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രങ്ങൾ? 4 ഫോട്ടോഗ്രാഫുകളുണ്ട്. വൈറ്റ് ഹൗസിൽ നിന്നും 1 മൈൽ അകലെയുള്ള റാമ്പിലെ ഒരു ഹൈവേയിലെ പുല്ലിൽ 10 ടെന്റുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അത് US പൗരന്മാരായ വീടില്ലാത്തവർ താമസിക്കുന്നതാണ്. അങ്ങനെ 2 ചിത്രങ്ങൾ. മൂന്നാമത്തെ ചിത്രത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അവന്യൂവിലെ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി ബിൽഡിംഗിന്റെ പടികളിൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ തന്നെ ട്രംപ് തീരുമാനിച്ചു അതും ഭവനരഹിതനാണ്. 4ാമത്തെ ചിത്രത്തിൽ കെനഡി സെന്ററിനടുത്തുള്ള ഈ സ്ട്രീറ്റ് എക്സ്പ്രസ് വേയിലെ റോഡരികിലെ മാലിന്യ കൂമ്പാരം കടന്ന് തന്റെ അംഗരക്ഷകർ ഗോൾഫ് കോഴ്സിലേക്ക് കൊണ്ടുപോകുന്ന ആ ചിത്രവും. എന്നിട്ടാണ് CID ട്രംപ് ഈ ചിത്രങ്ങൾ വെച്ച് ഉത്തരവിറക്കിയത്. തലസ്ഥാന ജില്ലയിൽ അക്രമ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കുമെന്നും അതിന് കാരണം ഈ കുടിയേറ്റക്കാരെന്ന് വരെ ട്രംപ് പറഞ്ഞു വെച്ചു. അതിനെ ഫെഡറൽ ഉദ്യോഗസ്ഥരെത്താൻ ഇറക്കുമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾക്കിടയിലും വാഷിംഗ്ടൺ DC-യിൽ അങ്ങനെ ഒരു സംഭവമേ നടക്കാറില്ല. ഭവനരഹിതരുടെയോ അക്രമാസക്തരായ കുറ്റവാളികളുടെയോ എണ്ണത്തിൽ ഒരു വർധനവും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ 2 വർഷമായിട്ടെന്നാണ് വാഷിംഗ്ടൺ DC മേയർ മുറിയർ ബൗസ് പറയുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഈ നഗരത്തിലെ അക്രമ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിൽ തങ്ങൾ ഏറെ ശ്രദ്ധാലുക്കളാണെന്നും ക്രിമിനൽ കുറ്റ റേറ്റിംഗ് 30 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്നും മേയർ പറയുന്നുണ്ട്. വാഷിംഗ്ടൺ DC പോലീസിന്റെ കണക്കുകൾ കാണിക്കുന്നത് ഈ വർഷം ഇതുവരെ അക്രമ സംഭവങ്ങൾ വീണ്ടും 26% കുറഞ്ഞു. അതായത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ജനുവരിക്ക് ശേഷവും 26% കുറ്റകൃത്യങ്ങൾ വാഷിംഗ്ടൺ DC-യിൽ തലസ്ഥാന നഗരത്ത് കുറഞ്ഞുവെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്നിട്ടും ട്രംപ് തന്റെ നേരെ പതുക്കെ സാവധാനം നടന്നു വരുന്ന അമേരിക്കൻ പൗരന്മാരെ നോക്കി മുരളുകയാണ്, മുരണ്ടുകൊണ്ട് കുതിച്ചു ചാടുകയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച